അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 15/5/2026 അൽ അബു ഇമാദുൽ ഉസ്ര, നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ നമ്മുടെ ഉപ്പമാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. ഏറെ സ്നേഹവും വാത്സല്യവും നമുക്ക് ചൊരിഞ്ഞു തരുന്ന, എപ്പോഴും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ആ ഉപ്പമാരോട് നാം ഏറെ കടപ്പെട്ടവരാണ്. അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചല്ലോ, വവാലിദിൻ വമാ വലദ്, ഉപ്പയെ തന്നെയാണ് സത്യം. ഉപ്പ കുടുംബത്തിൻ്റെ നെടുംതൂണാണ്. കുടുംബം നിലനിൽക്കുന്നത് ഉപ്പയെ ആശ്രയിച്ചാണ്. ആ കുടുംബത്തിൻ്റെ കാവൽ ഉപ്പയുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും കുടുംബത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നു, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും കാര്യം ശ്രദ്ധിക്കുന്നു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരുടെ മനസ്സ് വേദനിച്ചത്, ഇന്നി ലയഹ്സുനനി അൻ തദ്ഹബു ബി. യൂസുഫ് നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ അവർ കരഞ്ഞ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കലീം. ഉപ്പ അങ്ങനെയാണ്, പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മെ സ്നേഹിക്കുകയും നമ്മെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ. പകൽ മുഴുവനും നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മനസ്സിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പുറമെ ഇറക്കി വെച്ച് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് മക്കളുടെ ഇടയിലേക്ക് ഉപ്പ പ്രവേശിക്കുകയാണ്. ആ സ്നേഹവും ആ വാത്സല്യവും മുഖത്ത് പ്രകടിപ്പിക്കുകയാണ്. മനസ്സിൽ എത്ര പ്രയാസമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല. നമുക്ക് വേണ്ടി ഉപ്പ എത്രയാണ് കഷ്ടപ്പെടുന്നത്. ഉപ്പയുടെ ആയുസ് മുഴുവനും നമുക്ക് വേണ്ടി ഉപ്പ ചെലവഴിക്കുകയാണ്. സമ്പാദ്യങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവർ വളരാനും വലുതാകാനും വേണ്ടി എത്രയാണ് ഉപ്പ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ഒരാളോടും പരാതി പറയുകയില്ല, ഒരാളോടും മനസ്സിൻ്റെ വേദന പ്രകടിപ്പിക്കുകയില്ല. എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കുകയാണ്. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ. എത്രയെത്ര രാത്രികൾ നമുക്ക് വേണ്ടി ഉപ്പ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്. എത്രയെത്ര ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉപ്പ നമുക്ക് വേണ്ടി തരണം ചെയ്തിട്ടുണ്ട്. നാം ഉപ്പയെ പ്രത്യേകം പരിഗണിക്കണം, ഉപ്പയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയണം. ഉപ്പയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വാക്കോ നോക്കോ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഉപ്പയേക്കാൾ ശബ്ദം ഉയർത്തി നാം സംസാരിക്കാൻ പാടില്ല, മുഖം ചുളിച്ചുകൊണ്ട് നോക്കാൻ പാടില്ല. ആ ഉപ്പയുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്തെടുക്കുന്നതിനോട് ചേർത്തിക്കൊണ്ടാണ് ഉപ്പമാർക്ക്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റബ്ബു ഫി റിളൽ വാലിദൈൻ വസഖത്തുർ റബ്ബി ഫി സഖത്തിൽ വാലിദ്. റിളൽ റബ്ബി ഫി റിളൽ വാലിദ്. റബ്ബിൻ്റെ തൃപ്തി ഉപ്പയുടെ തൃപ്തിയിലാണ്. റബ്ബിൻ്റെ കോപമോ മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. നാം ഉപ്പമാരെ പരിഗണിക്കണം, ഉപ്പമാരെ ശ്രദ്ധിക്കണം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. അവരെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്നൊരിക്കലും ഉണ്ടായിക്കൂടാ. നാം അവരെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ തബദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഖുർആൻ പറയുന്നതാണ്. അന്ത്യനാളിൽ നാം അതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരും. നാം ഉപ്പയോട് മോശമായി സംസാരിച്ചാലോ പെരുമാറിയാലോ
അതിൻ്റെ പേരിൽ നമ്മളെ വിചാരണ ചെയ്യപ്പെടും. അവരെ വിഷമിപ്പിച്ചാൽ റബ്ബിൻ്റെ മുമ്പിൽ നാം പരാജയപ്പെട്ടു പോകും. നാം എപ്പോഴും അവനനുസരിക്കണം, അവരുടെ വിളിക്ക് ഉത്തരം ചെയ്യണം, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കണം. അവരുടെ മുമ്പിൽ വെച്ച് ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്താൽ അത് അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തും. അതുകൊണ്ട് നാം അവരുടെ മുമ്പിൽ വെച്ച് എപ്പോഴും പെരുമാറ്റങ്ങൾ ചിട്ടപ്പെടുത്തണം. അവരുടെ കരം പിടിച്ച് നാം ചുംബിക്കണം. അവരുടെ മൂർധാവിൽ നാം മുത്തം കൊടുക്കണം. അവരുടെ നിലയും വിലയും നാം അറിഞ്ഞു പെരുമാറുകയും അവരെ നാം പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, തിരുദൂതരുടെ പ്രിയപ്പെട്ട പത്നി, എങ്ങനെയാണ് ഉപ്പയോട് പെരുമാറിയിരുന്നത്? മഹദി ഉപ്പ കടന്നു വരുമ്പോൾ ഉപ്പയെ സ്വാഗതം അരുളിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. ഇദാ ദഖല അലൈഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമത്ത് ഇലൈഹി ഫഅഖദത് ബിയദിഹി, ഉപ്പയുടെ കൈ പിടിക്കും. ഫഖബ്ബലത്തുഹു, ഉപ്പയുടെ കൈ ചുംബിക്കും. വഅജ്ലസ്തുഹു ഫി മജ്ലിസിഹ, ഉപ്പയെ പിടിച്ച് മഹദി ഇരിക്കുന്ന സ്ഥലത്ത് പിടിച്ചിരുത്തും. അങ്ങനെയായിരുന്നു ആ ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധം. അവർക്ക് വേണ്ടി സമയം നാം നീക്കിവെക്കണം. നമ്മുടെ സമ്പത്തിൽ അവർക്ക് വിഹിതമുണ്ടാകണം. അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ നാം ഒരിക്കലും പിശുക്കന്മാർ ആയിക്കൂടാ. നമ്മുടെ എല്ലാ വളർച്ചക്കും ഉയർച്ചക്കും കാരണം അവരാണ്. അന്ത വമാലുക്കലി അബീഖ്, നീയും നിന്റെ സമ്പാദ്യവുമൊക്കെ നിന്റെ ഉപ്പാക്കുള്ളതാണ്. അങ്ങനെയാണ് നബിവചനം നമ്മളോട് പറയുന്നത്. അവർ വാർദ്ധക്യ സഹജമായതും അവരുടെ ശരീരം ക്ഷീണിച്ചതുമൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ നാം അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഉപ്പ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, ഉപ്പ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ നടുവിലത്തെ നിങ്ങൾക്കുള്ള വാതിലാണ്. ഉപ്പാക്ക് നന്മ ചെയ്തു ഉപ്പയുടെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കിട്ടിയെങ്കിൽ ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കും. ഉപ്പയെ പ്രയാസപ്പെടുത്തിയാലോ വേദനിപ്പിച്ചാലോ ആ വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടക്കപ്പെടും. അതുകൊണ്ട് ഉപ്പയുടെ മുമ്പിൽ നാം ആദരവോടുകൂടെ പെരുമാറണം. ലാ തുസമ്മിഹി ബിസ്മി, ഉപ്പയുടെ പേരെടുത്ത് നീ വിളിക്കരുത്. വലാ തംശു അമാമ, ഉപ്പയുടെ മുമ്പിൽ നീ നടക്കരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, ഉപ്പ ഇരിക്കുന്നതിൻ്റെ മുമ്പ് നീ ഇരിക്കരുത്. ഇതൊക്കെ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്ന മര്യാദകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ഭാഗ്യം ചെയ്യുമാറാവട്ടെ. അവർക്ക് പ്രായമേറും തോറും അവർക്ക് ക്ഷീണം കൂടുകയാണ്. അവരുടെ ശരീരത്തിൻ്റെ ആ ആരോഗ്യം ക്ഷയിച്ചു പോവുകയാണ്. അവരുടെ മനസ്സിനെ നാം അപ്പോൾ കൂടുതൽ സന്തോഷിപ്പിക്കണം. അവർക്ക് വേണ്ടി നാം കൂടുതൽ പരിഗണന നൽകണം. അവർക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അതൊക്കെ നാം അറിഞ്ഞ് നിറവേറ്റി കൊടുക്കണം. അവരുടെ മനസ്സിനെ നാം എപ്പോഴും സന്തോഷിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പ്രായമേറിയ ഉപ്പമാർ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ നിന്റെ അടുക്കലുണ്ടെങ്കിൽ അവരോട് നീ മോശമായി സംസാരിക്കരുത്. ഏറ്റവും മാന്യമായ വർത്തമാനങ്ങൾ അവരോട് പറയണം. അവരുടെ മനസ്സിനെ നീ സന്തോഷിപ്പിക്കണം. ഇനി അവർ നമ്മളോട് വിട പറഞ്ഞു പോയെങ്കിലോ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ ഖബറുകൾ നാം സന്ദർശിക്കണം. അവർക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടണം. ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട് എന്നാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന വമിൻഹാ ദഅവത്തുൽ വാലിദ്. ഉപ്പ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അത് തട്ടപ്പെടുത്തുകയില്ല. ഉപ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നാം ഇന്നു മുതൽ തുടങ്ങണം. അത് പരിഹരിക്കണം. ഉപ്പയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. മുറിവുകൾ നാം ഉണക്കിക്കൊടുക്കണം. ഉപ്പാക്ക് ഖിദ്മത്തെടുക്കണം. വീഴ്ചകളൊക്കെ നാം പരിഹരിച്ചുകൊണ്ട് ഉപ്പയുടെ തൃപ്തി നേടാൻ വേണ്ടി നമുക്ക് കഴിയണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ഉപ്പയെ വിളിച്ചത് യാ അബത്തി, ഓ പൊന്നുപ്പ എന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മക്കളെ കൊടുത്തു. ആ മക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചതോ യാ അബത്തി ഫഅൽ മാ തുഅ്മർ, ഓ പൊന്നുപ്പ എന്ന് സ്നേഹമസൃണമായ രീതിയിൽ
ഉപ്പ മക്കളെയും മക്കൾ ഉപ്പയെയും സംബോധന ചെയ്യുകയാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ നാം ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. അവർക്ക് വേണ്ടി മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറുകൾ സന്ദർശിച്ച് അവർക്ക് പ്രാർത്ഥന നടത്തി റബ്ബിനോട് പൊറുക്കലിനെ തേടി അവരുടെ പേരിൽ സദഖകൾ ചെയ്യണം. അത് അവരുടെ സഹോദരന്മാരുണ്ടെങ്കിൽ, അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം. ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന അബറൽ ബിർരി അൻ യസ്ല റജുലു അഹ്ല ഉദ്ദി അബി. ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ അവൻ്റെ ഉപ്പയുടെ സ്നേഹിതന്മാരെ സന്തോഷിപ്പിക്കുക, അവരെ സ്നേഹിക്കുക എന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത് അവരുടെ ഗുരുത്വവും പൊരുത്തവും ഒക്കെ നേടാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അവരുടെ പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.